എഡ്യൂക്കേഷൻ ആസ്പിറേഷന്റെ 100ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. PSC എഡ്യൂക്കേഷൻ ആസ്പിറേഷന്റെ 100ാമത്തെ വീഡിയോ ആണ്. നമ്മൾ അതിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കുറച്ച് വ്യൂസ് മാത്രമാണ് എനിക്കിതിൽ നിന്ന് ലഭ്യമാകുന്നതെങ്കിൽ പോലും ഈ 99 വീഡിയോയും എനിക്ക് ചെയ്യാനായിട്ട് പ്രചോദനം നൽകിയത് നിങ്ങളാണ്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ലതാക്കാൻ ഓരോ ക്ലാസ്സുകളും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ ഈ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ 100ാമത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. നമുക്കറിയാം ഇതിനു മുൻപ് 15 ക്ലാസ്സുകളാണ് ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ തന്നിട്ടുള്ളത്. ആ ക്ലാസ്സുകൾ കാണണമെന്നുള്ളവർക്കായി താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 13ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു പ്രിപ്പോസിഷൻസിനെ കുറിച്ച്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയായാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എത്ര പഠിച്ചാലും നമുക്ക് തീരുന്നില്ല എന്ന് തോന്നുന്നൊരു ഭാഗം കൂടിയാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ പ്രിപ്പോസിഷൻ്റെ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മറ്റു ചില പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ടു എന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇനി ടു എന്ന പ്രിപ്പോസിഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തി, വസ്തു എന്നിവയിലേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കാൻ, ശ്രദ്ധിക്കണേ, ഒരു സ്ഥലം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു എന്നിവയിലേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കാറുണ്ട്? ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഹി ഗോസ് ടു സ്കൂൾ, എവിടേക്ക്? ഒരു സ്ഥലത്തേക്ക്. ഗോസ് ടു സ്കൂൾ അല്ലെ, സ്കൂളിലേക്ക് അല്ലെ. എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇവിടെ വരാറുള്ളത്. ടൂന്റെ ശരിക്കും നമ്മൾ മലയാള അർത്ഥം പറഞ്ഞാൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ സ്കൂളിലേക്ക് അല്ലെ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്. ഹി ഗോസ് ടു സ്കൂൾ അല്ലെ, ഒരു സ്ഥലത്തേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കുന്നു. വി റാൻ ടു ദി എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഞങ്ങൾ സ്ട്രീറ്റിന്റെ എൻഡിലേക്ക് റാൻ ചെയ്തു അല്ലെ, റാൻ ടു, അതും സ്ട്രീറ്റിലേക്ക്, ഒരു സ്ഥലത്തേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തേക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ ഒരു വസ്തുവിലേക്കോ ഉള്ള ചലനത്തെ സൂചിപ്പിക്കുന്നു ടു എന്ന പ്രിപ്പോസിഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ. സെക്കൻഡ് വൺ, ഒരു സമയപരിധിയുടെ ആദ്യാവസാനത്തെ സൂചിപ്പിക്കാൻ, ഒരു സമയപരിധിയുടെ ആദ്യ അവസാനത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഹി വാസ് ഓൺ ലീവ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ഫ്രം നമ്മൾ അടുത്തതായിട്ട് ഫ്രം ആണ് പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ തൽക്കാലം ടു മാത്രം നോക്കൂ. ഹി വാസ് ഓൺ ലീവ് ഫ്രം മൺഡേ ടു, മൺഡേ മുതൽ അല്ലെ, മുതൽ എന്നൊരു അർത്ഥം. മൺഡേ മുതൽ, ഫ്രം അത് മുതൽ എന്ന് വരും. ടു വരെ. അപ്പം ടുവിന്റെ അർത്ഥം എന്തായിട്ട് മലയാളത്തിൽ നമുക്ക് പറയാം? വരെ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ഒരു സമയപരിധിയുടെ അവസാനം, ആദ്യമാണെങ്കിൽ ഫ്രമും അവസാനത്തെ ഈ പറഞ്ഞ ടു ഉപയോഗിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഒരു കാര്യം ചെയ്യുവാനുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കാൻ, ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഐ സ്പെൻഡ് സം മണി ടു ഗെറ്റ് സം ഹെൽപ്പ്. ഐ സ്പെൻഡ് സം മണി, ഞാൻ കുറച്ച് പണം ചിലവഴിക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് സം ഹെൽപ്പ്, ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശത്തിലേക്ക് എന്ന് സൂചിപ്പിക്കാനായിട്ട് അല്ലെ, ഇതിനു വേണ്ടിയിട്ട് പണം ചിലവഴിക്കാൻ തീരുമാനിച്ചത് ടു ഗെറ്റ് സം ഹെൽപ്പ്. അപ്പൊ അതാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിലേക്കായിട്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ മെയിൻ ആയിട്ടും ഈ 3 സാഹചര്യങ്ങളിലാണ് ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന. ഒരു സ്ഥലം, വ്യക്തി, വസ്തു എന്നിവയിലേക്കുള്ള ചലനം, ഒരു സമയപരിധിയുടെ ആദ്യ അവസാനം, അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുവാനുള്ള ഉദ്ദേശം, ഇവയെ സൂചിപ്പിക്കാൻ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക്
അതായത് വേർഡ്സ് പ്രിപ്പോസിഷൻ ദാറ്റ് യൂസ്ഡ് സം വേർഡ്സ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. ചില വേർഡ്സിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒരു പ്രിപ്പോസിഷനും യൂസ് ചെയ്യില്ല. അത് കൂടുതലും എക്സാംസിന് ചോദിച്ചും കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രിപ്പോസിഷൻസ് ടു ചേർത്ത് വരുന്ന ചില പ്രിപ്പോസിഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. ഇത് പഠിച്ചു വെച്ചാൽ ഒരിക്കലും ഇത് മാറുന്ന കാര്യമല്ല. അത് ഒരു സിറ്റുവേഷൻ വന്നാലും അതിനോട് ആ പ്രിപ്പോസിഷൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും തോന്നുന്നു. അപ്പൊ ആദ്യം ഈ പറഞ്ഞ 3 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഈ പറഞ്ഞ അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷനും കൂടി ഓർത്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ ചിലത് എഴുതിയിട്ടുണ്ട്, വായിക്കാം. അക്കസ്റ്റംഡ്, അഡിക്റ്റഡ്, അക്കസ്റ്റംഡ് ടു, അഡിക്റ്റഡ് ടു, ഓപ്പോസ്ഡ് ടു, കൺഫേം ടു, ബ്ലൈൻഡ് ടു, സറണ്ടർ ടു, അഡ്ജസന്റ് ടു, ഫെയ്ത്ത്ഫുൾ ടു. സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തോട്, അല്ലെ, സംതിങ്, എന്തെങ്കിലും ഒരു സംവൺ അല്ല, സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തോട് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഈ പദങ്ങളെല്ലാം അതിന്റെ കൂടെ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. ഓക്കെ, അക്കസ്റ്റംഡ് ടു സംതിങ്, അഡിക്റ്റഡ് ടു സംതിങ്, ഒപ്പോസ്ഡ് ടു സംതിങ്, കൺഫേം ടു സംതിങ്, ബ്ലൈൻഡ് ടു സംതിങ്, സറണ്ടർ ടു സംതിങ്, അഡ്ജസന്റ് ടു സംതിങ്, ഫെയ്ത്ത്ഫുൾ ടു സംതിങ്. അപ്പൊ ചില കേസിൽ ഈ സംവൺ വരുന്ന കേസിലുണ്ട് നമ്മൾ വ്യക്തികളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളിൽ ഉപയോഗിക്കുക. അതിന് വേറെ പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് ടു സംതിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എന്ന് സൂചിപ്പിക്കാനായിട്ട്, ടു സംതിങ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഇത്രയും വേർഡ്സ് ആണ് ടു എന്ന പ്രിപ്പോസിഷന്റെ കൂടെ മെയിൻ ആയിട്ട്. ഇനി ഉണ്ട്, കുറെ ഉണ്ട്, ഓരോരോ ക്ലാസ്സിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ചെണ്ണമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ ചോദിച്ചിട്ടുള്ള പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ നോക്കാം. ഒരു കാര്യം ആരംഭിച്ച സമയത്ത്, നമ്മൾ നേരത്തെ ഇവിടെ ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞില്ല, അതുപോലെ ഒരു കാര്യം ആരംഭിച്ച സമയത്തെ സൂചിപ്പിക്കാൻ ഫ്രം എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഹി വാസ് ഓൺ ലീവ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ദ ക്രിക്കറ്റ് മാച്ച് സ്റ്റാർട്ട്സ് ഫ്രം 8 PM. കണ്ടോ, എത്ര മണിക്ക് തുടങ്ങും എന്നാ പറയുന്നേ? 8 PM തുടങ്ങും ക്രിക്കറ്റ് മാച്ച്, അല്ലെ? അപ്പൊ ഒരു കാര്യം ആരംഭിച്ച സമയത്തെ സൂചിപ്പിക്കാനായിട്ട് ഫ്രം യൂസ് ചെയ്യുന്നു. അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് സൂചിപ്പിക്കാൻ, ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുള്ളതാണ് എന്നൊക്കെ സൂചിപ്പിക്കാനായിട്ട്. എക്സാമ്പിൾ, ഹി ഈസ് ഫ്രം ചിക്കാഗോ. ഹി ഈസ് ഫ്രം ചിക്കാഗോ. നമ്മൾ പറയില്ലേ, ഇദ്ദേഹം ചിക്കാഗോയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഹി ഈസ് ഫ്രം ചിക്കാഗോ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് സൂചിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം ആരംഭിച്ച സമയത്തെ കുറിച്ച് പറയാനും ഫ്രം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ 2 സ്ഥലങ്ങൾക്കിടയിലെ ദൂരത്തെ സൂചിപ്പിക്കാൻ, it is about 5 kilometers from the school to my house. സ്കൂളിൽ നിന്നും എന്നെ, അപ്പൊ ഫ്രമിന്റെ നിന്നും എന്നൊരു മീനിങ് നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ വരും എന്ന് പറയുന്നു? 5 kilometers, അല്ലെ? 5 kilometers ഫ്രം. കണ്ടോ, എവിടെ നിന്ന് എവിടേക്ക്? സ്കൂളിൽ നിന്നും വീട്ടിലേക്ക്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 സ്ഥലങ്ങൾക്കിടയിലുള്ള ദൂരം, ഓക്കെ, ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാറ്റത്തെ സൂചിപ്പിക്കാനും ഇതേ ഫ്രം ആണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ദ സ്റ്റോറി ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്. ദ സ്റ്റോറി ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം. ആ കഥ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, വിവർത്തനം ചെയ്തതാണ്. അപ്പൊ അതൊരു മാറ്റമാണ്, അല്ലെ? മലയാളത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി? ഇംഗ്ലീഷിലേക്ക് മാറി, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അതൊരു മാറ്റത്തെ സൂചിപ്പിക്കാൻ ട്രാൻസ്ലേറ്റഡ് ഫ്രം. ഓക്കെ, ഇനി തടസ്സമോ നിരോധനമോ സൂചിപ്പിക്കാൻ, എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ഒരു നിരോധനം, ബാൻ ചെയ്യുക, അപ്പൊ അങ്ങനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഫ്രം എന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ബാൻഡ് ഫ്രം ക്രിക്കറ്റ് ഫോർ മാച്ച് ഫിക്സിംഗ്. ബാൻഡ് ഫ്രം, അദ്ദേഹത്തെ നിരോധിച്ചു. ക്രിക്കറ്റ് കോഴ വിവാദത്തിൽ അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗില് അദ്ദേഹത്തെ വിലക്ക്, അദ്ദേഹത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി, ബാൻ ചെയ്തു, അല്ലെ? നിരോധിച്ചു. അപ്പോൾ ബാൻ ചെയ്തു. അപ്പൊ ബാൻഡ് ഫ്രം, അപ്പൊ ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഒരു നിരോധനമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഒരു പുതിയ വസ്തു
നിർമ്മിച്ച് ഒരു പുതിയ വസ്തു നിർമ്മിക്കുമ്പോൾ പഴയ വസ്തു, അതായത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഴയ വസ്തുവിന് ഏതെങ്കിലും രീതിയിൽ രൂപമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെയുള്ള ആ മാറ്റത്തെ സൂചിപ്പിക്കാനായിട്ടും ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്ലോർ ഈസ് മെയ്ഡ് ഫ്രം വീറ്റ്, അല്ലെ? വീറ്റിൽ നിന്നാണ് ഫ്ലോർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫ്ലോർ ഈസ് മെയ്ഡ് ഫ്രം കേട്ടോ. മെയ്ഡ് ബൈ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. നമ്മൾ വേറെ സാഹചര്യത്തിൽ പഠിക്കും, അതിന്റെ ഇൻസ്ട്രക്ഷൻ പഠിക്കും, വേറെ പ്രിപ്പോസിഷൻ ബൈ പഠിപ്പിച്ചുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈയുടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈയുടെ കണ്ടിട്ടില്ലാത്തവരത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ ഫ്ലോർ ഈസ് മെയ്ഡ് ഫ്രം വീറ്റ്, അല്ലെ? അപ്പൊ എന്തായത്? നിർമ്മിച്ചത് വീറ്റിൽ നിന്നാണ്. അപ്പൊ വീറ്റിന് മാറ്റം വന്നില്ലേ? വീറ്റിന് മാറ്റം വന്നത് മാവായിട്ട് മാറി, അല്ലെ? ഫ്ലോറായിട്ട് മാറി. അപ്പൊ ആദ്യം നിർമ്മിക്കാൻ ഉപയോഗിച്ച വീറ്റ് ഗോതമ്പിന് മാറ്റം വന്നു, അത് മാവായിട്ട് മാറി, രൂപമാറ്റം സംഭവിച്ചു. ഓക്കെ, അപ്പൊ ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ അതിലെ പഴയ വസ്തുവിന്, നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുവിന് മാറ്റം രൂപമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം നമുക്ക്? അത് ഈ പറഞ്ഞ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിലാണ് നമുക്ക് ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോർ ഈസ് മെയ്ഡ് ഫ്രം വീറ്റ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചില അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ ഫ്രം ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങൾ, അത് മാത്രമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ചെണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പഠിച്ചു പോകാം. എക്സ്ക്ലൂഡഡ് ഫ്രം, ഡീബാർ ഫ്രം, റെസിസ്റ്റ് ഫ്രം, ഡിറൈവ് ഫ്രം, ഡിഫറൻറ്റ് ഫ്രം, ഫ്രീ ഫ്രം, സഫർ ഫ്രം, എക്സംഷൻ ഫ്രം, റിലീഫ് ഫ്രം. ഇതെല്ലാം ഫ്രം സംതിങ് എന്തെങ്കിലും ഒരു കാര്യം, സംവൺ അല്ല സംതിങ്, എന്തിലെങ്കിലും നിന്നും എക്സ്ക്ലൂഡഡ് ആകപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടു, ഡീബാർ ചെയ്യപ്പെട്ടു, റെസിസ്റ്റ് തടയപ്പെട്ടു, ഡിറൈവ് നേടിയെടുക്കപ്പെട്ടു, അല്ലെ? ഡിഫറെന്റ് വ്യത്യസ്തപ്പെടുത്തി, അല്ലെങ്കിൽ ഫ്രീ ആയി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. എക്സ്ക്ലൂഡഡ് ഫ്രം സംതിങ്, ഡീബാർ ഫ്രം സംതിങ്, റെസിസ്റ്റ് ഫ്രം സംതിങ്, ഡിറൈവ് ഫ്രം സംതിങ്, ഡിഫറെന്റ് ഫ്രം സംതിങ്, free from something, suffer from something, exemption from something, and finally relief from something. Okay, അപ്പോൾ അത്രയും ഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു കാരണവശാലും ഇതിനൊന്നും മാറ്റമില്ല. ഫ്രം എന്നുള്ള പ്രപ്പോസിഷനെ ഫ്രം സംതിങ്, ഇതിൽ നിന്നെങ്കിലും എന്നുള്ള ഒരു മീനിങ്ങിൽ സംതിങ് ഒരു സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നും എന്നുള്ളൊരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിസൈൻ ഫ്രം എ പോസ്റ്റ്, ഒരു പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ഫ്രം ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു പോസ്റ്റിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്നും റിസൈൻ ചെയ്തു, റിസൈൻ ഫ്രം. ഓക്കെ, അതുപോലെ തന്നെ കൺസീൽ ഫ്രം, സെപ്പറേറ്റ് ഫ്രം സംവൺ, ആരിൽ നിന്നെങ്കിലും ഒളിച്ചു വെച്ചു, അല്ലെ? കൺസീല്, അല്ലെ? എന്ന് വെച്ചാൽ എന്താ? ഒളിച്ചു വെക്കുന്നു. ഫ്രം സംവൺ, ആരിൽ നിന്നോ? സംവൺ ആണ്, സംതിങ് അല്ല, സംവൺ. കൺസീൽ ഫ്രം സംവൺ, സെപ്പറേറ്റ് ചെയ്തു, ആരിൽ നിന്നോ സെപ്പറേറ്റ് ആക്കപ്പെട്ടു, അല്ലെ? അപ്പോൾ സെപ്പറേറ്റ് ഫ്രം, കൺസീൽ ഫ്രം, സംവൺ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫ്രമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻസ്. ഓക്കെ, അടുത്തതായിട്ട് അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒരു നിശ്ചിത സ്ഥലം, ഒരു ചെറിയ പ്രദേശം, ഇവയുടെയൊക്കെ പേരിന് മുൻപിൽ നമ്മൾ എന്ത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് നാം യൂസ് ചെയ്യുന്നത്. ഒരു നിശ്ചിത സ്ഥലം, ഒരു ചെറിയ പ്രദേശം, ഇവയുടെ പേരിന് മുൻപിൽ അറ്റ് എന്ന പ്രിപ്പോസിഷനാണ്. വലിയ സിറ്റീസിന്റെ മുന്നിലല്ല, ചെറിയ പ്രദേശമായിരിക്കും. ഓക്കെ, ഐ ലീവ് അറ്റ് ഓമല്ലൂർ. ഐ ലീവ് അറ്റ് ഓമല്ലൂർ, ഞാൻ എൻ്റെ കാര്യമാണ് അറിയുന്നത്. ഓമല്ലൂർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ഓമല്ലൂർ അതൊരു ചെറിയ പ്രദേശമാണ്, അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ വന്നത്. ഓക്കെ, ഐ ലീവ് അറ്റ് ഓമല്ലൂർ. മനസ്സിലായല്ലോ? ഒരു ചെറിയ പ്രദേശം അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഒരു സ്ഥലം, ഇവയെ സൂചിപ്പിക്കാൻ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഒരു കൃത്യ സമയത്തിന് മുൻപ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഷാർപ്പായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെ? കൃത്യമായിട്ട് പറയുന്ന ഒരു ടൈമിന് മുൻപിൽ നമ്മൾ കൃത്യമായിട്ട് അത് കറക്റ്റ് ആ സമയത്ത് നടക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടൈമിന് മുൻപിൽ നമ്മൾ അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ജനശതാബ്ദി എക്സ്പ്രസ് സ്റ്റാർട്ട്സ് ഫ്രം, കണ്ടോ? ഫ്രം നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ്. സ്റ്റാർട്ട്സ് ഫ്രം ട്രിവാൻഡ്രം അറ്റ് 6:15 AM. കറക്റ്റ് അത് എത്ര മണിക്കാണ് എന്നും പോകാറുള്ളത്? 6:15 AM പോകാറുള്ളത്. അതുകൊണ്ടാണ് ഒരു കൃത്യ സമയമാണത്. അതുകൊണ്ട് ആ സമയത്തിന് മുന്നിൽ എന്തുപയോഗിച്ചു? അറ്റ് ഉപയോഗിച്ചു.
ഇനി മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഒഴികെയുള്ള ഒരു ദിവസത്തെ ടൈമിന് മുൻപിൽ. അതെന്താണ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഒഴികെയുള്ള ടൈം? അതായത് നമ്മൾ പ്രഭാതം, പ്രദോഷം എന്നൊക്കെ പറയില്ലേ, സായാഹ്നം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലുള്ള ടൈമിന് മുന്നിലാണ് നമ്മൾ അറ്റ് മോർണിംഗ്, അറ്റ് ആഫ്റ്റർനൂൺ, അറ്റ് ഈവനിങ് എന്നല്ല അങ്ങനെ ഉപയോഗിക്കില്ല. പകരം വേറെ ചില ടൈമുണ്ട്. ഇതാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹി പ്രാക്ടീസസ് ക്രിക്കറ്റ് യൂഷ്വലി അറ്റ് ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാല് പ്രഭാതം അല്ലെ. ഡോണിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡസ്ക് അല്ലെ, പ്രദോഷം. അപ്പൊ ഡോൺ എന്ന് പറഞ്ഞാൽ അവരെന്നും പ്രഭാതത്തിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. മോർണിംഗ് അല്ല പറഞ്ഞ, പ്രഭാതമാണ് പറഞ്ഞത്. അപ്പം പ്രഭാതം അറ്റ് എന്നുള്ള അതിന് മുന്നിൽ, അതൊരു ഡേ ടൈമിൽ മോർണിംഗോ ആഫ്റ്റർനൂണോ ഈവനിങ്ങോ അല്ലാത്തൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സൂചിപ്പിക്കാനായിട്ട് ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു? അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. അപ്പൊ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നുള്ള ഒഴികെയുള്ള ടൈമിന് മുൻപ്. അടുത്തത് ഒരു പ്രത്യേക വസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ. ഓക്കെ, ഒരു പ്രത്യേക വസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ. ആ പിക്ചറിലേക്ക് നോക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ പിക്ചറിലേക്ക് നോക്കും അല്ലെ. അല്ലെങ്കിൽ ലുക്ക് അറ്റ് ദാറ്റ് ടേബിൾ അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ടേബിളിലേക്ക്, ആ പെർട്ടിക്കുലർ ടേബിളിലേക്ക് നമ്മൾ നോക്കും, അല്ലെങ്കിൽ ആ പിക്ചറിലേക്ക് നമ്മൾ നോക്കും. അപ്പൊ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഒരു അറ്റൻഷൻ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അറ്റ് എന്നുള്ള പ്രിപ്പോസിഷനാണ് ഇവിടെ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഒരു സ്ഥാപനത്തിന്റെ പേരിന് മുൻപിൽ, ഒരു സ്ഥാപനത്തിന്റെ പേരിന് മുൻപിലും ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. വീണ വർക്ക്സ് അറ്റ് കാനറ ബാങ്ക്. കാനറ ബാങ്ക് എന്നുള്ള സ്ഥാപനത്തിന്റെ പേരിന് മുന്നിൽ എന്ത് ചേർത്തു? അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ചേർത്തു. അപ്പൊ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഒരു നിശ്ചിത സ്ഥലം, ഒരു ചെറിയ പ്രദേശം, ഒരു കൃത്യസമയത്തിന് മുൻപിൽ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നീ ഒഴികെയുള്ള ഒരു ദിവസത്തെ ടൈമിന് മുൻപിൽ, അതുപോലെ തന്നെ ഒരു പ്രത്യേക വസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും ഒരു സ്ഥാപനത്തിന്റെ പേരിന് മുൻപിലും അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഇനി ഫൈനലി നമുക്ക് പഠിക്കാം. അതായത് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. അറ്റ് ചേർന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏതാണ്ട് എല്ലാം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ടൂം ഫ്രം ഒക്കെ ഇനി കുറെ നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ. പക്ഷെ അറ്റിന്റെ ഏകദേശം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പഠിച്ചങ്ങ് വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്യുക്ക് അറ്റ്, ക്ലവർ അറ്റ്, വണ്ടർ അറ്റ്, സർപ്രൈസ്ഡ് അറ്റ്, എയിം അറ്റ്, yell at, jump at, something. Jump at something. Okay. ഇത്രയും പ്രിപ്പോസിഷൻ അറ്റ് സംതിങ് എന്തിനോടെങ്കിലും അല്ലെ. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്വിക്ക് അറ്റ്, ഇതെല്ലാം ഓരോ ക്വാളിറ്റീസ് ആണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഓരോ ക്വാളിറ്റീസിനെ സൂചിപ്പിക്കാൻ കൂടുതലായിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കാറുള്ളത്? അറ്റ് എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഗുഡും ബാഡും ഒക്കെ ഓരോ ക്വാളിറ്റികളല്ലേ. ഗുഡ്, ബാഡ്, ക്യുക്ക്, ക്ലവർ, വണ്ടർ, അതൊക്കെ നമ്മുടെ ഒരു എക്സ്പ്രഷൻസ് ആണ്. വണ്ടർ ചെയ്യുക, സർപ്രൈസ്ഡ് ആവുക, എയിം ചെയ്യുക, എൽ ചെയ്യുക, ജമ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്യുക്ക് അറ്റ്, ക്ലവർ അറ്റ്, വണ്ടർ അറ്റ്, സർപ്രൈസ്ഡ് അറ്റ്, എയിം അറ്റ്, എൽ അറ്റ്, ജമ്പ് അറ്റ്, സംതിങ്. ഓക്കെ, അതുപോലെ ഇനി സംവൺ ചേർത്ത് വരുന്ന 2-3 പ്രധാനപ്പെട്ടത്. ഒന്ന് സ്മൈൽ, നമ്മൾ ചിരിക്കുന്നത് ആരെങ്കിലും നോക്കിയല്ലേ, അപ്പം സ്മൈൽ അറ്റ് സംവൺ, സ്മൈൽ അറ്റ് സംവൺ, ലാഫ് അറ്റ് സംവൺ, നമ്മൾ ആരോടെങ്കിലും നോക്കിയല്ലേ ചിരിക്കാറുള്ള, പെട്ട് ചിരിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ ചിരിക്കാൻ. സ്മൈൽ അറ്റ്, ലാഫ് അറ്റ്, അതുപോലെ ഷൗട്ട് അറ്റ്, നമ്മൾ ആർക്കെങ്കിലും നേരെ ആയിരിക്കുമല്ലോ ഷൗട്ട് ചെയ്യുന്നത്. അപ്പൊ ടു അറ്റ് സംവൺ, സ്മൈൽ അറ്റ്, ലാഫ് അറ്റ്, ഷൗട്ട് അറ്റ് സംവൺ. എന്നാൽ മുകളിൽ പറഞ്ഞ ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ സംതിങ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രിപ്പോസിഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കൺഫ്യൂസിങ് ആക്കുന്ന ഒരു പ്രിപ്പോസിഷൻ കൂടിയാണ് അറ്റ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇന്ന് പഠിപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഭാഗമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഒരു ഭാഗം പോലും ഇതിൻ്റെ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത പ്രിപ്പോസിഷൻ്റെ ക്ലാസ്സിൽ വേറെ കുറച്ച് പ്രിപ്പോസിഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപരമായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.